പ്രതീക്ഷിച്ചിരുന്നത് ശിക്ഷയിലേക്ക് കാര്യങ്ങൾ എത്തുമെന്നാണ്. പക്ഷേ കാര്യങ്ങൾ പ്രതിക്ക് അനുകൂലമായി വന്നിരിക്കുന്നു. താങ്കൾ പറയുന്നത് എന്താണ്? താങ്കളുടെ നിലപാടെന്താണ് ഈ വിഷയത്തിൽ? എന്തായാലും നമ്മളെ അമ്പരപ്പിക്കുന്നതാണ് ഈ കോടതി വിധി. ഒരു കാരണവശാലും ഈ വിധിയോട് നമുക്ക് യോജിക്കാൻ കഴിയില്ല. കാരണം ഇതിന്റെ തുടക്കം മുതൽ ഈ കേസിനോടൊപ്പം ഉണ്ടായിരുന്ന ആളാണ് ഞാൻ. അപ്പം ആദ്യഘട്ടത്തിൽ കുടുംബാംഗങ്ങളെ ധരിച്ചത് കുട്ടി ഷോളിൽ കുരുങ്ങിയാണ് കുട്ടി മരണപ്പെട്ടത് എന്ന് പറയുന്ന അതിൽ നിന്ന് പോലീസാണ് സംശയം പറയുന്നത്. തുടക്കത്തിൽ അങ്ങനെയല്ല. ആ ഒരു സാഹചര്യ തെളിവുകൾ പരിശോധിക്കുകയും വീണ്ടും ആ സംഭവം നടന്ന സ്ഥലം പരിശോധിക്കുകയും വിശദമായ പരിശോധനയിലാണ് ഈ കുട്ടി റേപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, റേപ്പ് ചെയ്താണ് ഈ കുട്ടിയെ കൊന്നിരിക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ, പോസ്റ്റ്മോർട്ടം അടക്കമുള്ള കാര്യങ്ങൾ പോലീസ് ഇൻസിസ്റ്റ് ചെയ്താണ് ഈ കാര്യങ്ങൾക്കെല്ലാം തെളിവ് ശേഖരിക്കുകയെല്ലാം ചെയ്തത്. എന്നാൽ ഈ വിചാരണ വേളയിൽ കേസിന് എന്താണ് സംഭവിച്ചത് എന്ന് നമുക്കറിയില്ല. ഈ കേസുമായി ബന്ധപ്പെട്ട് പലപ്പോഴും കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ സംസാരിച്ചിരുന്നു. വ്യക്തമായ തെളിവുകളുണ്ട്, കേസ് നന്നായി പോകുന്നുണ്ട്, പ്രതി തീർച്ചയായിട്ടും ശിക്ഷ വാങ്ങും എന്നുള്ളതാണ്. ഇന്ന് രാവിലെയും ആ കുട്ടിയുടെ ഗ്രാൻഡ് ഫാദർ രാവിലെ വിളിച്ചിരുന്നു. എന്നാണ് കോടതി വിധി പറയുന്നത്, നല്ല ശിക്ഷ അവന് കിട്ടും എന്നുള്ളതാണ് അദ്ദേഹം ഒരു ആഗ്രഹം പ്രകടിപ്പിക്കും. മാക്സിമം പരമാവധി ശിക്ഷ കൊടുക്കണം. കാരണം 6 വയസ്സുള്ള ഒരു കുട്ടിയെ ഇതുപോലെ മാരകമായി കൊലപ്പെടുത്തുക എന്ന് പറയുന്ന ഒരു കാരണവശാലും നമുക്ക് യോജിക്കാൻ കഴിയുന്ന കാര്യമുണ്ട്. അതുകൊണ്ട് പരമാവധി ശിക്ഷ പ്രതിക്ക് കിട്ടണം എന്നുള്ള ആഗ്രഹത്തോടുകൂടിയാണ് കുടുംബാംഗങ്ങൾ മുഴുവൻ പേരും ഇന്ന് കോടതിയുടെ മുമ്പിൽ കാത്തുനിന്നത്. എന്നാൽ നമ്മളെല്ലാവരെയും ഞെട്ടിക്കുകയും അത്ഭുതപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു വിധിയാണ് ഇന്ന് കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. തീർച്ചയായിട്ടും ഈ കാര്യത്തിൽ അപ്പീൽ ഉണ്ടാകണം, പുനരന്വേഷണം ഉണ്ടാകണം. കുറ്റവാളിയായിട്ടുള്ള പ്രതി ശിക്ഷിക്കപ്പെടുക തന്നെ വേണമെന്നുള്ളതാണ് ഈ കാര്യത്തിലെ അഭിപ്രായം. ശരി, ES ബിജിമോൾ MLA ആണ് പ്രതികരിച്ചത്. എന്തായാലും കുട്ടിക്ക് നീതി ലഭിച്ചില്ല എന്ന് മാതാപിതാക്കളടക്കം പറയുന്ന പശ്ചാത്തലം കൂടി നമ്മൾ കണ്ടു.